കഴിഞ്ഞ 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നത് അഖിൽ മാരാറിൻ്റെ പ്രഗ്നൻസിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഈ ഒരു വീഡിയോ റിലീസായ ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ അറഞ്ചം പുറഞ്ഞ ആളുകൾ എല്ലാവരും ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ 2 മാസമായി അദ്ദേഹത്തിൻ്റെ ഒരു ശുക്രദശയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. കാരണം ഒരു NDA സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആ ഒരു കാലം മുതൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക്, സാമാന്യ ജനങ്ങൾക്ക് അദ്ദേഹത്തോട് വലിയ വിയോജിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടത്തു നിന്നൊക്കെ അദ്ദേഹം ഭൂമിയിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇറങ്ങി വരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രഗ്നൻസിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ടോക്ക്, ഒരു 30 സെക്കൻഡ് വരുന്ന ഇൻ്റർവ്യൂ ടോക്ക് പുറത്തേക്ക് വരുന്നത്. അത് ഇൻ്റർനെറ്റിൽ വൈഡ്ലി സർക്കുലേറ്റ് ചെയ്തു. ഒരുപാട് ആളുകൾ റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നുണ്ട്, ട്രോളുന്നുണ്ട്. സോ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആദ്യം ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ച് അവിടെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്നൊരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറേ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറേ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്നൊരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ആദ്യമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഈ ഡെലിവറി എന്ന് പറയുന്നതും പ്രഗ്നൻസി എന്ന് പറയുന്നതും സാധാരണ ഒരു പൂച്ച പ്രസവിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു കോഴി മുട്ടയിട്ട് വിരിയുന്നത് പോലെയോ വളരെ നിസ്സാരമായൊരു കാര്യമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ആളുകൾക്കിടയിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് ആദ്യമായിട്ട് തോന്നിയൊരു അനുഭവം, പണ്ട് ഒരുപാട് കാലം മുമ്പ് നമ്മുടെ ചെറുപ്പകാലത്ത് കണ്ടൊരു സിനിമയാണ് വെറുതെ ഒരു ഭാര്യ എന്ന ആ ഒരു സിനിമയിൽ നായകനായ ജയറാം നായികയായ ഗോപികയോട് പറയുന്നൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതേപോലെ മിക്സിയും വാഷിംഗ് മെഷീനും വെച്ചിട്ടൊന്നും അല്ലല്ലോ ജീവിച്ചത്. ദേ എന്തായിരുന്നു അവരുടെയൊക്കെ ആരോഗ്യം. എന്റെ ഒരു അമ്മായി, അതെ പൂർണ്ണ ഗർഭിണി എന്ന് കേക്ക്, പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോഴാ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ അവിടെ എനിവേ അത്രയും കാലം മുമ്പ് ഇറങ്ങി ആ സിനിമ അവതരിപ്പിക്കുന്ന പെർസ്പെക്റ്റീവിൽ നിന്നൊക്കെ മലയാളികൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം അന്നത്തെ അതേ സ്റ്റാൻഡിലാണ് അദ്ദേഹം ഇന്നും നിൽക്കുന്നത് എന്നാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യമായിട്ട് എൻ്റെ മനസ്സിലേക്ക് തോന്നിയത്.